നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നത് ശരിയായ രീതിയിലല്ല എന്ന് ബി.ജെ.പി. നേതാവ് നിതിൻ ഗഡ്കരി പരസ്യമായി തന്നെ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗഡ്കരിക്ക് ബി.ജെ.പിയുടെ മഹാരാഷ്ട്രയിലെ ഭരണം അത്രയ്ക്കൊക്കെ ബോധിച്ചുവോ? വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? താനടക്കമുള്ള മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലോക്സഭ ബി.ജെ.പിയുടെ പ്രതിനിധികൾ ജയിച്ചത് വളരെ കുറച്ച് ഭൂരിപക്ഷത്തിലാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം യഥാർത്ഥ മഹാരാഷ്ട്രയുടെ വികാരമായിരുന്നുവെന്ന് ഗഡ്കരിക്ക് നന്നായി അറിയാം. എന്നാൽ കേവലം 5 മാസം കൊണ്ട് എങ്ങനെയാണ് കീഴ്മേൽ മറിഞ്ഞത്? 10 സീറ്റ് പോലും തികച്ചു കിട്ടാത്ത മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. എങ്ങനെയാണ് 132 സീറ്റുകൾ നിയമസഭയിൽ നേടിയെടുത്തത്? അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഗഡ്കരിക്ക് കാര്യങ്ങൾ പറയാനുണ്ട്. ഉദ്ധവ് താക്കറെയുമായി ഇപ്പോഴും നല്ല രീതിയിൽ ബാന്ധവം കാത്തു സൂക്ഷിക്കുന്ന അപൂർവം ചില ബി.ജെ.പി. നേതാക്കളിൽ ഒരുവനാണ് ഗഡ്കരി. രാജ്നാഥ് സിംഗുമായും അതുപോലെ കൃത്യമായും വസുന്ധരയുമായും ഒക്കെ നല്ല രീതിയിൽ പാർട്ടിപരമായും വ്യക്തിപരമായും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന, അവരെയൊക്കെ തലപ്പൊക്കമാർന്ന നേതാക്കളാണെന്ന് അംഗീകരിക്കാൻ മനസ്സുള്ള ആൾ തന്നെയാണ് നിതിൻ ജയറാം ഗഡ്കരി. ഗഡ്കരി ഒന്ന് കൃത്യമായി പ്രവചിക്കുന്നു: മഹാരാഷ്ട്രയിൽ ഈ തട്ടിക്കൂട്ട് ഭരണം എത്ര നാൾ? NCP ഔദ്യോഗികമായി ബി.ജെ.പിയുടെ കൂടെ എന്ന് പറയുമ്പോഴും അതിനി വലിയ ആയുസ് ഉണ്ടാകില്ല എന്നും ഗഡ്കരിക്ക് ഉറപ്പായി അറിയാം. സുനേത്ര പവാറിനെ ജനങ്ങൾ വെറുക്കും. അതിന് കാരണമാകുന്നത് പലതുമാണ്. അകാലത്തിൽ മരിച്ചു എന്ന് കരുതി ചെയ്തു കൂട്ടിയതൊന്നും കള്ളത്തരമല്ലാതെ പോകുന്നില്ല. പറഞ്ഞു വരുന്നത് അജിത് പവാറിൻ്റെ കാര്യമാണ്. ബാരാമതിയിൽ അഴിമതിയുടെ കൂമ്പാരമായി മാറിയിരുന്ന അജിത് പവാറിൻ്റെ നീക്കങ്ങൾ ബി.ജെ.പി. ഓരോ നിമിഷവും വീക്ഷിക്കുകയായിരുന്നു. ED കൊണ്ട് കുടുക്കി രാഷ്ട്രീയ ജീവിതം ജയിലിലേക്കാക്കുമെന്ന ഘട്ടത്തിലാണ് അജിത് പവാർ ബി.ജെ.പിയുമായി കൈകോർത്തത്. ശരത് പവാറിന് പുല്ലുവില പോലും കൽപ്പിക്കാത്ത അജിത് പവാറിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളെ അങ്ങനെ ഇങ്ങനെയൊന്നും ശരത് പവാർ മറക്കുകയില്ല. ശരത് പവാറിനും സുപ്രിയ സുലേക്കും ഇല്ലാത്ത എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് സുനേത്ര പവാറിനുള്ളത് എന്നുള്ളതും ബി.ജെ.പി. നേതൃത്വം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തിനാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അധികാരമോഹവുമില്ല? കൃത്യമായി പറഞ്ഞാൽ NCPയെ ചവിട്ടി തള്ളിയിടണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഏകനാഥ് ഷിൻഡെയും കൂട്ടരുമാണ്. മഹാരാഷ്ട്രയിൽ ഇനി പലതും കലങ്ങിത്തെളിയാൻ ഉണ്ട്. വീണ്ടും 10 മടങ്ങ് ശക്തിയോടെ ശിവസേന തിരിച്ചു വരും. അത് പക്ഷേ ഷിൻഡെയെ കാത്തിരിക്കാനല്ല എന്ന് സഞ്ജയ് റാവത്ത് പറയുന്നത് വെറുതെയല്ല. ഗഡ്കരി വളരെ വ്യക്തമായി പറയുന്നു, താൻ രാഷ്ട്രീയം വിട്ടാലും ശരി തന്നെ ഫട്നാവിസിന്റെ ഈ കുരുട്ട് ബുദ്ധിയുടെ മുമ്പിൽ അടിയറ പറയില്ല. ഫട്നാവിസ് ഇന്നലെ വന്നവനാണ്. ഇന്നലെ വന്നവൻ വലിയ വായിൽ വർത്തമാനം പറയേണ്ട കാര്യമില്ല.